അതുണ്ടല്ലോ വെറും 800 രൂപയ്ക്ക് ഞാനൊരു ഫോൺ വാങ്ങി എൽസ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ സാധനം വന്ന് തുറന്നപ്പോൾ ആദ്യം ഈ ഒരു പേപ്പർ വേഷനാണ് കിട്ടിയെങ്കിലും പിന്നാലെ നമ്മുടെ ഫോണിൻ്റെ പാക്കറ്റ് വന്നു കേട്ടോ. ജിയോ ഭാരത് V4 എന്ന് പറയുന്ന ഫോണാണ് നമ്മൾ വാങ്ങിയത്, ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫോണിലേ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ ഫോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയയുടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സീരീസിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. നിങ്ങളുടെ ആദ്യത്തെ ഫോൺ ഏതാണെന്ന് പറയണേ. നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണല്ലോ നമ്മുടെ പഴയ ഫോണൊക്കെ ഓർക്കുന്നത് അല്ലേ. ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടോ ആവോ അതൊക്കെ. നമ്മുടെ പ്രായമായ ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഈ ഫോണിനകത്ത് നമ്മളുടെ സിം ഉണ്ടല്ലോ, നാനോ സിം ഇടാൻ സാധിക്കും. അതുപോലെ ഞാൻ വിചാരിച്ചത് ഇത് ചുമ്മാ കോളിങ്ങിന് മാത്രം പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ജിയോ ഭാരതിൽ അതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ദോപ്പിതേ അത് ആദ്യം തന്നെ ഓണാക്കിയപ്പോൾ ഒരു മ്യൂസിക്കോടുകൂടി ഓണായി. അതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ നമ്മൾ ഹെഡ്സെറ്റ് കുത്താതെ തന്നെ നമുക്ക് റേഡിയോ കേൾക്കാൻ സാധിക്കും. കുറച്ച് നേരം ഞങ്ങളങ്ങനെ പാട്ടും റേഡിയോ ഒക്കെ കേട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് അയക്കാനൊക്കെ സാധിക്കും. നമ്മുടെ ഗൂഗിൾ പേ ചെയ്യാനൊക്കെ സാധിക്കും. അതിനകത്ത് ജിയോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മണി ട്രാൻസാക്ഷനൊക്കെ നടത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ സംഭവം നിസ്സാരക്കാരനല്ല, ആൾ കുഞ്ഞനാണെങ്കിലും നല്ല അടിപൊളി ഒരു ഫോണാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ ക്യാമറയുണ്ട്. ക്യാമറയിൽ ഡോർഫിൻ എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.